ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വന്നിട്ട് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കറിയാണേ. ഇത് വന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിൽ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 സവാളയൊക്കെ മതിയേ. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് വഴട്ടാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരെണ്ണം മതി. അല്ലെങ്കിൽ ഒത്തിരി പുളിപ്പ് പോലെ ആയിപ്പോവും. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചൂടുവെള്ളത്തിൽ നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് സമയം ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അത് കഴിഞ്ഞ് വെള്ളം വാർന്ന് കളഞ്ഞതിന് ശേഷം നമുക്കതിട്ട് കൊടുക്കാം. ഇതൊരു ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ഇട്ടാൽ മതി. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അടച്ചു വെച്ച് ചെറു തീയിൽ വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കരുത്. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ആ ഒരു മൂത്ത് വന്ന ഒരു മണം. ഇതിലോട്ട് കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം. അടി പിടിക്കരുതല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് നോക്കിക്കൊള്ളേ. ഇതിൽ മല്ലിയില ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ കസ്തൂരി മേത്തി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതെല്ലാവരും കഴിച്ചു നോക്കണം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ.